Good morning. അടുത്ത സെക്ഷൻ 8.3 K5 and K33 are നോൺ പ്ലാനാർ എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ അതിൻ്റെ പ്രൂഫ് കൊടുക്കുന്നത്. K5 നോൺ പ്ലാനാർന്ന് പ്രൂവ് ചെയ്യുന്നത് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രൂഫിൽ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് K5 പ്ലാനാർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെർട്ടിസ് നമ്മൾ V1, V2, V3, V4, V5 എന്നുള്ളത് അതിൻ്റെ വെർട്ടിസസ് ആണ്. അതിൻ്റെ പ്ലെയിൻ റെപ്രസെൻറ്റേഷനിൽ വെർട്ടിസാണെന്ന് വിചാരിക്കുക. പ്ലെയിനാറാണെങ്കിൽ പ്ലെയിനായിട്ട് വരയ്ക്കണം. അപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടാവും. കാരണം ഏത് രണ്ട് വെർട്ടിസ് തമ്മിലും എഡ്ജ് ഉണ്ട്. അപ്പോൾ V1 നിന്ന് V2ലേക്ക് എഡ്ജ് ഉണ്ട്, V2 നിന്ന് V3ലേക്ക് ഉണ്ട്, V3 നിന്ന് V4 തിരിച്ച് V1ലേക്ക് വരിക. അപ്പോൾ നമുക്കൊരു സൈക്കിളാവും. സൈക്കിൾ സി എന്ന് എടുക്കുക. ഒരു ജോർദാൻ കർവാണ് സൈക്കിൾ. അപ്പോൾ ഇനി ഒരു വെർട്ടെക്സ് നമുക്കുണ്ട്. V1, V2, V3, V4, V1 അല്ലേ. ഇനി V5 ഉണ്ട്. ആ V5 എന്ന് പറഞ്ഞ വെർട്ടെക്സ് സ്വാഭാവികമായിട്ടും ഈ ജോർദാൻ കർവിൻ്റെ അല്ലെ സൈക്കിളിൻ്റെ ഉള്ളിലോ പുറമേ വരാം. അപ്പോൾ V5 ഉള്ളിലാണെന്ന് അസ്യൂം ചെയ്യുക. പുറമെയാണെങ്കിൽ സിമിലർ പ്രൂഫാണ്. V5 ഉള്ളിലാണ് വിചാരിക്കുക, ഇൻഡസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഫിഗർ വരുന്നത്. നമുക്കറിയാം ഏത് രണ്ട് വെർട്ടിസ് തമ്മിലും K5 അല്ലേ, ഏത് രണ്ട് വെർട്ടിസ് തമ്മിൽ എഡ്ജ് ഉണ്ട്. അപ്പോൾ V1, V2 തമ്മിൽ എഡ്ജ് ഉണ്ട്, V2, V3 തമ്മിൽ എഡ്ജ് ഉണ്ട്, V3, V4 ഉണ്ട്, V4, V1 ഉണ്ട്. അപ്പോൾ ഇതാണ് സൈക്കിൾ, അതാണ് ജോർദാൻ കർവ്. ഇനി ഒരു വെർട്ടെക്സ് ബാക്കിയുള്ളൂ, അത് V5. അതൊന്നും പുറമെ വരയ്ക്കണേ ഉള്ളിൽ വരയ്ക്കണം. പുറമേ ആയാലും ഉള്ളിലായാലും ഒരേ പ്രൂഫ്, ഒരേ തരത്തിലുള്ള പ്രൂഫ്. അപ്പോൾ ഉള്ളിലാണ് വിചാരിക്കുക, V5 ഉള്ളിലാണ് വിചാരിക്കുക. ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇവ തമ്മിലൊക്കെ യോജിപ്പിക്കാം. ഡ്രോ ദ എഡ്ജസ് V5, V1, V5, V2, V5, V3, V5, V4 യോജിപ്പിക്കാം. അങ്ങനെ യോജിപ്പിച്ചാൽ പിന്നെ ഇനി ബാക്കി ഇപ്പോൾ ആകെ ഇപ്പം ഈ 4 8ആയി. ഇനി ബാക്കി 2 എഡ്ജേ ഉള്ളൂ. അതൊന്ന് V1, V3യും അതുപോലെ V2, V4 ആണ്. റിമൈനിങ് എഡ്ജസ് ആർ V1, V3 ആൻഡ് V2, V4. ഓക്കെ. അപ്പോൾ പ്ലാനാരിറ്റി നമ്മൾ പ്ലാനാറാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ദ പ്ലാനാരിറ്റി ഓഫ് K5 V1, V3 ഈ ഇൻറ്റീരിയറിൽ വരാൻ പറ്റില്ല, സീൻ്റെ ഉള്ളിൽ വരാൻ പറ്റില്ല. V1, V3 മനസ്സിലായി. V1, V3 വരച്ചാൽ ഇങ്ങനെ വരച്ചാൽ ഇത് ക്രോസ് ആയിപ്പോവും. ഇതിനെ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുറത്തുകൂടി വരയ്ക്കാം. V1, V3 പുറത്തുകൂടി വരച്ചു, മനസ്സിലായി. V1, V3 പുറത്തുകൂടി വരയ്ക്കാം. അപ്പോൾ V1, V3 ബിലോങ്സ് ടു എക്സ്റ്റസി, സീൻ്റെ പുറത്തുകൂടിയാണ് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു V2, V4 നമ്മൾ യോജിപ്പിക്കണം. അപ്പോൾ V2, V4 നമുക്കറിയാം ബൗണ്ടറിൽ കിടക്കുന്നുണ്ട്, സീൻ്റെ ബൗണ്ടറിൽ. അപ്പോൾ V2, V4 തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ബിലോങ്സ് ടു ദ വൺ ഓഫ് V2ൻ്റെ V4 ഏതെങ്കിലും ഒന്ന് എന്തിൻ്റെ ഉള്ളിലുണ്ടാവും? ഒരു V1, V5, V3, V1, V1, V5, V3, V1 എന്ന് പറഞ്ഞാൽ അത് ആ സൈക്കിൾ C1-നുള്ളിൽ ഉണ്ടാവും. അതായത് V1, V5, V3, V1 ഉണ്ടോ? അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ വരുന്ന സൈക്കിൾ. അതിനുള്ളിൽ ഒന്നുകിൽ V2 ഉണ്ട്, അല്ലെങ്കിൽ V4 ഉണ്ട്. അത് വരയ്ക്കുന്നവരാണ്. ഇപ്പോൾ ഇതിൽ V2 ആണ് അതിനുള്ളിലുള്ളത്. ഈ വരച്ചത് ഇപ്പുറത്തൂടിയാണെങ്കിൽ V4 ആയിരിക്കും അതിനുള്ളിലുണ്ടാവും. ഏതിൻ്റെ ഈ പറഞ്ഞ V1, V5, V3, V1 എന്ന് പറഞ്ഞാൽ ഈ സൈക്കിളാണല്ലോ C1, അതിനുള്ളിൽ V4 ഉണ്ടാവും. അപ്പോൾ വരയ്ക്കുന്ന പോലെയാണ്. അപ്പോൾ 2 കേസുണ്ട്. ഏതെങ്കിലും ഒന്ന്, അതായത് V2 അല്ലെങ്കിൽ V4 അതിനുള്ളിലുണ്ടാവും, മറ്റേതതിന് പുറത്തുണ്ടാവും. അങ്ങനെയാണ് പറയുന്നത്. 2 ചാൻസ് ഉണ്ട്, അതാണ് അങ്ങനെ വരച്ച് കാണിച്ചത്. ഓക്കെ. വൺ ഓഫ് V2 ആൻഡ് V4 ബിലോങ്സ് ടു ദ ഇൻറ്റീരിയർ ഓഫ് C1 ആ പറഞ്ഞ സൈക്കിൾ, ആൻഡ് ദ അതർ ബിലോങ്സ് ടു ദ എക്സ്റ്റീരിയർ. അപ്പോൾ ഇവ തമ്മിൽ യോജിപ്പിക്കാൻ, അപ്പോൾ തമ്മിലാണല്ലോ യോജിപ്പിക്കാൻ ബാക്കിയുള്ള. ഇനി V2, V4 നമ്മൾ യോജിപ്പിക്കുമ്പോൾ ലാസ്റ്റ് എഡ്ജ് V2, V4 കനോട്ട് ബി ഡ്രോൺ വിത്തൗട്ട് വയലേറ്റിംഗ് പ്ലാനാരിറ്റി. കാരണം ഇതിങ്ങനെ യോജിപ്പിക്കുമ്പോൾ C1 എന്തായാലും ഇൻറ്റർസെക്റ്റ് ചെയ്യും. C1-ന് ഇൻറ്റർസെക്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്ലാനാരിറ്റീനെ വയലേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താ? K5 നോൺ പ്ലാനാർ തന്നെ ആയിരിക്കണമെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ സെക്കൻഡ് പ്രൂഫ്, പ്രത്യേകിച്ച് ഇപ്പം K5 നോൺ പ്ലാനാർന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഫസ്റ്റ് പ്രൂഫ് സെക്കൻഡ് പ്രൂഫ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്കൻഡ് പ്രൂഫാണ് എളുപ്പം. അപ്പം നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന പഠിച്ചു വെച്ചോളൂ. സപ്പോസ് K5 ഈസ് പ്ലാനാർ, ഇവിടെയും കോൺട്രഡിക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം K5 കണക്റ്റാണ്. പ്ലാനാറാന്ന് വിചാരിച്ചാൽ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫായി. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 3 ആണ്. ട്രയാങ്കിൾ ഏറ്റവും ചെറുതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ അതിൽ ഡിഗ്രി ഫേസസിൻ്റെ ഡിഗ്രി >3 ആയിരിക്കും എല്ലാ ഫേസും. അപ്പോൾ 2m = σdf അറിയാം. >3 അല്ലെങ്കിൽ 3 നമ്പർ ഓഫ് ഫേസസ് 3f. അവിടെ നിന്ന് f < 2m/3 എന്ന് കിട്ടും അല്ലേ. f < 2m/3. ഇനി നമുക്ക് അവിടെ ബാക്കിയുള്ളത് ഓയിലർ ഫോർമുല അപ്ലൈ ചെയ്യണം. ഓയിലർ ഫോർമുല അപ്ലൈ ചെയ്യണം. ബൈ ഓയിലർ ഫോർമുല -m + f = 2 ആണ്. അതുകൊണ്ട് m എന്തായിരിക്കും? n + f - 2 ആണ്. നേരത്തെ f < 2m/3 കിട്ടിയിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ < n + 2m/3 - 2. ഈ 2m/3 ഇപ്പുറത്തേക്ക് എടുത്താൽ m - 2m/3 m < n - 2. അപ്പം ഇനി വാല്യൂ കൊടുക്കുക. m 10 ആണല്ലോ ഗ്രാഫിൽ.
എഡ്ജസിൻ്റെ എണ്ണം -2/3 ഇൻറ്റു 10 ലെസ് ദാൻ ഓർ ഈക്വൽ 5 - 2. പക്ഷേ ചെയ്ത് വരുമ്പോൾ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന രീതിയിൽ വരും, കോൺട്രഡിക്ഷൻ വരും. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുക K5 ഈസ് നോൺ പ്ലാനർ. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി എളുപ്പം പ്രൂഫ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലമാണ്. ഷോ ദാറ്റ് K5 മൈനസ് ഇ ഈസ് പ്ലാനർ ഫോർ എനി എഡ്ജ് ഇ. അപ്പോൾ ഒന്നുമില്ല, K5 എടുക്കുക, ഇതിലൊരു എഡ്ജ് ഇതാണ്, ഇങ്ങനെ ഡോട്ട് ചെയ്ത എഡ്ജാണ്. അതില്ലാതെ നമുക്കിതിനെ മാറ്റി വരയ്ക്കുന്നതാണ് കാണിച്ചത്. ഇവിടെ മാറ്റി വരയ്ക്കുന്നത് നോക്കി അറിയാം. അപ്പോൾ ഇതിൽ എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്ത രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇനി വേറൊന്ന് K33 നോൺ പ്ലാനാണെന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പ്രൂഫ് ഇങ്ങനെ തന്നെ, K33 പ്ലാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ K33ൻ്റെ പ്രത്യേക ബൈപ്പാർട്ടഡ് ഗ്രാഫാണ്. ഒരു വെർട്ടിസസ് U1 U2 U3 എന്ന് എടുക്കുക, മറ്റേ വെർട്ടെക്സ് സെറ്റ് B1 B2 B3 എന്ന് എടുക്കുക. അപ്പോൾ ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, ഇവ തമ്മിലും കണക്ഷൻ ഉണ്ടാവും, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്ലാനാർ റെപ്രസെൻറ്റേഷനിൽ വെർട്ടിസ് നമ്മൾ അങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ സൈക്കിൾ കൺസിഡർ ചെയ്യുക. U1 തുടങ്ങി V1 പോയി, ക്രോസ് ആയിട്ടേ വരാൻ പറ്റും. ഈ പാർട്ടിഷൻ U1 പോയി V1 പോയി, പിന്നെ V1 തിരിച്ച് പിന്നെ U2 വരാം, അപ്പുറത്തേക്ക് ഇതിലേക്ക് തന്നെ വരാം, U2 വരാം. പിന്നെ U2 വീണ്ടും തിരിച്ച് V2 പോകാം, അപ്പുറത്തേക്ക് V2 പോയി, പിന്നെ U3 വന്നു, V3 വന്നു, തിരിച്ച് വന്നു, വീണ്ടും U1 വന്നു. അങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 1 2 3 4 5 6 6 സൈക്കിളാണ്, 6 സൈക്കിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ U1 U2 U3 V1 V2 V3 എന്ന് പറയുന്ന എല്ലാ വെർട്ടിസും ഉൾപ്പെടുന്ന രീതിയിൽ ഉള്ള സൈക്കിളാണ് ഇപ്പോൾ പറഞ്ഞില്ല. എല്ലാ വെർട്ടിസും ഉൾപ്പെടുന്ന രീതിയിലുള്ള സൈക്കിളാണ്. U1 വന്നു, U2 വന്നു, U3 വന്നു, V1 വന്നു, V2 വന്നു, V3 വന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വെർട്ടിസും വന്നു.